ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈതൽ മലയെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ മലനിരകളിൽ ഒന്നാണ് പൈതൽ മല. സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിലാണ് പൈതൽ മലയുള്ളത്. ബസ് ഇവിടേക്കുള്ള അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ദൂരമുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ പൊട്ടംപ്ലാവ് എന്ന സ്ഥലം വരെ എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. അത് നിങ്ങൾക്ക് ജീപ്പിലോ ഓട്ടോയിലോ മറ്റോ കയറി വരേണ്ടി വരും. പിന്നെ ഇപ്പോൾ KSRTC പ്രത്യേക ടൂർ പാക്കേജുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. നമ്മൾ ആദ്യം തന്നെ എത്തിച്ചേരുന്നത് ഈ കാണുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെയാണ് ടിക്കറ്റും എടുക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക് ഒന്നും അകത്തേക്ക് കടത്തിവിടില്ല. ചെക്കിംഗ് ഉണ്ടാവും. ഇവിടുത്തെ രജിസ്റ്ററിൽ പേര് വിവരങ്ങൾ നൽകണം. പിന്നെ ഏതെങ്കിലും ഒരു ID കാർഡ് കാണിക്കണം. അത് നമ്മൾ മൊബൈലിൽ കാണിച്ചാലും മതിയാകും. 70 രൂപ ഓൺലൈനായി എൻട്രി ഫീ അടച്ചിട്ട് വേണം കാട്ടിലേക്ക് പ്രവേശിക്കാൻ. ഇവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡുമാർ രാവിലെ അകത്തേക്ക് കയറി ചെന്ന് വന്യജീവികളുടെ സാന്നിധ്യം ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആകും കേട്ടോ. വൈകുന്നേരം 3 മണി വരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ 5 മണിക്ക് മുൻപേ ഇവിടെ തിരിച്ചെത്തുകയും വേണം. പലതരം അപൂർവമായ സസ്യങ്ങളും ചെറുജീവികളും ധാരാളമായിട്ട് പൈതൽ മലയിലുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ആന, കടുവ, പുലി തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. മഴക്കാലത്തും മഴ ഒരല്പം മാറിയതിനു ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എടുത്തിരിക്കുന്നത് 2026 ജൂൺ മാസത്തിലാണ്. ഈ സമയത്ത് നല്ല മൂടൽ മഞ്ഞുണ്ടാകാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വഴുക്കൽ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ ഷൂസോ ചെരുപ്പോ മറ്റോ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. നമ്മൾ ആദ്യം കണ്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റില്ലേ, അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് ഈ കാണുന്ന പുൽമേട്ടിൽ എത്തിച്ചേരാൻ. പിന്നെ ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമുണ്ട് വാച്ച് ടവറിലേക്ക്. ഇവിടെ ഈ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. ഇവിടുന്ന് മൂടൽ മഞ്ഞൊക്കെ മാറി തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിലെ കുടക് മലനിരകൾ, വയനാട് മലനിരകൾ, കണ്ണൂരിലെ ലൈറ്റ് ഹൗസും മറ്റു ഭാഗങ്ങളും, പിന്നെ ഏഴിമല, മട്ടന്നൂർ വിമാനത്താവളം, അങ്ങനെ തുടങ്ങി അറബിക്കടലിൻ്റെ നേർത്ത വിദൂര ദൃശ്യം വരെ ഇവിടുന്ന് കാണാൻ സാധിക്കും. സാധാരണയായി ഇവിടെ സന്ദർശിച്ചിട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ലഘുഭക്ഷണം എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ വെള്ളവും വാട്ടർ ബോട്ടിൽ അകത്തേക്ക് കടത്തിവിടും. അതുപോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ടും ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു മികച്ച സ്ഥലമാണ് പൈതൽ മല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.